നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പച്ചക്കറികളൊന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒഴിച്ചുകറി എങ്ങനെ തയ്യാറാക്കണേന്ന് നോക്കാം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാം. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഉള്ളിപ്പുളി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതൊരു നാടൻ കറി ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ തന്നെയാണ് കൂടുതൽ നല്ല ടേസ്റ്റ് കൊടുക്കുക കേട്ടോ, വേറെ ഏത് ഓയിൽ ഉപയോഗിക്കണേക്കാളും. പിന്നെ ഇതിലേക്ക് ഞാനൊരു 3/4 ടീസ്പൂണോളം അളവിൽ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്കൊരു 1/4 കപ്പ് അളവിൽ നാളികേരക്കൊത്ത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് ഞാൻ നാളികേരക്കൊത്ത് മുറിച്ചെടുത്തിരിക്കുന്നത്. ഇനി ചെറുതായിട്ടൊന്ന് ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുക. ഓവറായിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നാളികേരക്കൊത്തും നല്ലൊരു ടേസ്റ്റ് തന്നെ കൊടുക്കും ഈ ഒരു കറിക്ക്. ഇപ്പോൾ കണ്ടില്ലേ, ആവശ്യത്തിന് ഇതൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കണം. പിന്നെ ഉള്ളിയുടെ കൂടെ കിടന്ന് വീണ്ടും നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ആയിട്ട് വന്നോളും. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് അളവിൽ മുറിച്ച ഉള്ളിയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഒന്ന് ഒരു ഉള്ളി 2-3 കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക, ഉള്ളിയുടെ വലിപ്പത്തിനനുസരിച്ച് കേട്ടോ. അതിനുശേഷം ഉള്ളിയും കൂടിയും ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ തന്നെ ഒന്ന് വഴച്ചെടുക്കണം. അപ്പോൾ ആവശ്യത്തിന് കറിവേപ്പില ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നു, പക്ഷേ എനിക്ക് തോന്നുന്നു റെക്കോർഡ് മോഡ് ഓൺ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് എന്തായാലും ചേർത്ത് കൊടുക്കാട്ടെ നിങ്ങൾ. അപ്പോൾ ഇനി നമുക്കിത് ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് ആവണ വരെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ തന്നെയായിരിക്കും ഈ ഒരു കറി നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ മാറുക. അപ്പോൾ ഉള്ളിക്ക് പകരം സവോള ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ വേറെ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന് മാത്രം ഉണ്ടാവും. ഉള്ളി തന്നെയായിരിക്കും കൂടുതൽ നന്നായിട്ട് തന്നെ വരിക. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് വഴന്ന് വരട്ടെ, കരിഞ്ഞു പോരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നല്ല പോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ആദ്യം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഞാനൊരു 1/4 ടീസ്പൂൺ അളവിലാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. പിന്നെ നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടി വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ അത്യാവശ്യം എരിവുണ്ടായിരിക്കും കേട്ടോ, അതുപോലെ ഒരു കളറും കിട്ടും. അപ്പോൾ ഏതാണെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവ വറുത്ത് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും നല്ലൊരു ഫ്ലേവർ തന്നെ കൊടുക്കും. അപ്പോൾ ഉലുവയുടെ അളവ് ഒരിക്കലും കൂടിപ്പോരുത് കേട്ടോ, കറിക്ക് കയ്പ്പരസം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഉലുവ പൊടിയെല്ലാം നിങ്ങൾ ചേർക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം കടുക് പൊട്ടിച്ച് എടുക്കണ ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് മുഴുവനോട് കൂടിയുള്ള ഉലുവ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്തൊക്കെ മതിയാവും. പിന്നെ ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ കായം വറുത്ത് പൊടിച്ചിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അതും ഒരുപാട് അളവിൽ വേണ്ട, കയ്പ്പ് വരാനുള്ള സാധ്യതയുണ്ട്. ഇനി ഈ പൊടികളെല്ലാം കൂടി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പച്ചമണം മാറണ വരെ ഒന്ന് വറുത്തെടുക്കുക എല്ലാം കൂടി. അപ്പോൾ ആവശ്യത്തിന് തന്നെ ഇത് കണ്ടില്ലേ ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ കോൽപ്പുളി അല്ലെങ്കിൽ വാളൻപുളി ആണ് ഒഴിച്ചു കൊടുക്കേണ്ടത്, അതായത് സാമ്പാർ പുളി. അപ്പോൾ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് കുറച്ച് സമയം ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരുന്നതായിരുന്നു. അത് പിന്നെ ഒന്ന് പിഴിഞ്ഞെടുത്തതാണ് ഇതിലേക്ക് ചേർക്കണത്. ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതായിട്ട് നല്ല പോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ കണ്ടില്ലേ, ഇത് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒഴിച്ചു കറിയാണല്ലോ. അപ്പോൾ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് പിന്നെ നമ്മളിത് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം ചെയ്യുക. അപ്പോഴായിരിക്കും ഈ ഒരു കറി നല്ല ടേസ്റ്റി ആയിട്ട് വരിക. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരിക്കലും പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഒന്നില്ലെങ്കിൽ നല്ല തിളച്ച വെള്ളം ഒഴിക്കുക, അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം. ഞാനിപ്പോൾ 1 കപ്പ് അളവിലാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക്. ഇനി എല്ലാം കൂടി നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിനു മുമ്പായിട്ട് നമുക്കിതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ടേസ്റ്റ് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടുണ്ട് നമ്മളിതിലേക്ക് പുളി ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് പുളിയും മധുരവും അതുപോലെ എരിവും എല്ലാം കൂടി ചേർന്ന ഒരു ടേസ്റ്റ് തന്നെയാണ്. പുളിയൊക്കെ ഉള്ള കറികളൊക്കെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ ശർക്കര ഒരുപാട് വേണ്ട കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ഇത് നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ശർക്കര തന്നെയായിരിക്കും കൂടുതൽ നല്ല ടേസ്റ്റ് കൊടുക്കുക. ശർക്കര ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കുറച്ച് പഞ്ചസാര ചേർക്കാം കേട്ടോ. ഞാനിനി അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വന്നോട്ടെ. ഇപ്പോൾ ഇത് റെഡി ആയിട്ട് വന്നിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്.
കണ്ടില്ലേ നന്നായിട്ട് തന്നെ ഒന്ന് കുറുകി വന്നിട്ട് ഒരുപാട് ഗ്രേവിയോട് കൂടിയ ഒരു കറിയായിട്ട് നിങ്ങളിത് എടുക്കണ്ട. അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ ഒരു രീതിയിൽ തന്നെ മതി. ഈ ഒരു തിക്നെസ് ആകുമ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നന്നായിട്ട് തന്നെ വരും. അതുപോലെ ഇത് തണുത്ത് വരുമ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുകി വരും. അപ്പോൾ ഒരുപാട് തിക്കായിട്ടും എടുക്കണ്ട. അപ്പോൾ ഞാനിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കണ്ടില്ലേ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിപ്പുളി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അധികം ചേരുവകളൊന്നും ഇല്ലാതെ എപ്പോഴും നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ മടിയൊക്കെ പിടിച്ചിരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പം മറ്റൊരു അടിപൊളി റെസിപ്പി നമുക്ക് വീണ്ടും കാണാം.